ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ബജാജ് എക്സ് വൈഡ് എന്ന ഓട്ടോറിക്ഷയുടെ ഒരു റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഈ റിവ്യൂയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ എടുക്കുന്ന റിവ്യൂ എല്ലാം സ്ഥിരമായി ആ വണ്ടി ഓടിച്ച വണ്ടിയും ഡ്രൈവറും അതുപോലെ തന്നെ മെയിൻ്റനൻസും കാര്യങ്ങളും നോക്കിയ വണ്ടിയുടെ റിവ്യൂ ആണ് ഞാൻ എടുക്കുന്നതും ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതും. പിന്നെ പല ആൾക്കാർക്കും പല അനുഭവങ്ങളായിരിക്കും വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഓരോ അനുഭവം തന്നെ വന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ അനുഭവം എന്തെന്ന് മെസ്സേജിലൂടെ അറിയിച്ചാൽ മറ്റുള്ളവർക്കും ഒരു ഉപകാരമായിരിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ബജാജ് മാക്സിമ എക്സ് വൈഡ് വണ്ടി. ഇപ്പോൾ ഇത് 3 വർഷമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന റസാഖാണ് നമ്മുടെ ഈ ഓട്ടോറിക്ഷയുടെ അകത്തിരിക്കുന്നത്. റസാഖിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഓട്ടോറിക്ഷയുടെ റീഡിംഗ് ഒന്ന് എടുക്കാം. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടിയിരിക്കുന്നത് 57,282 കിലോമീറ്ററാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റസാഖിനോട് ചോദിക്കാം. ഹലോ, നമസ്കാരം. അപ്പോൾ നമുക്ക് റസാഖിനോട് ചോദിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ വലിയുടെ കാര്യം നമുക്ക് ചോദിക്കാം. റസാഖ്, ഇത് വലിയ എങ്ങനെയുണ്ട്? വണ്ടിയുടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഡീസൽ വണ്ടി ഓടിച്ചിരുന്ന വെച്ചാലാണ്. ഡീസൽ വണ്ടി മാറ്റി ഞാനിപ്പോൾ CNGയിലേക്കായി. ഇപ്പോൾ 3 വർഷമായി വണ്ടി എടുത്തിട്ട്. വലിയപ്പോൾ നമ്മളിപ്പോൾ ഡീസൽ വണ്ടി കയറുന്ന പോലെ കയറ്റം പെട്ടെന്ന് കയറില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വണ്ടി സുഖമായിട്ട് 3 പേരാ 4 പേരാ 5 പേരൊക്കെ ആയിട്ടൊക്കെ നമ്മൾ കയറ്റം കയറി പോകും. വണ്ടിയിൽ കൊണ്ടുപോകാറുണ്ട്. ഒരു കുഴപ്പമില്ല. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴും ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും അതിൻ്റെതായ രീതിയിൽ ഓടിക്കുക, ഗിയർ ചേഞ്ച് ചെയ്യുക, ഡൗൺ ചെയ്യുമ്പോഴും ആക്സിഡൻറ്റ് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി വണ്ടി ഓടിച്ച് പരിചയമുള്ള ആൾക്കാർക്ക് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നന്നായിട്ട് നമുക്ക് വണ്ടി ഒരു എന്താ പറയുക, വലിയുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് നല്ല സ്മൂത്തായിട്ട് വണ്ടി പോകുന്നതായിരിക്കും. ഇത് എത്ര CC ആണെന്ന് അറിയോ? CC വരുന്നത് 236 CC ആണ്. ബുക്കിൽ കിടക്കുന്നതും അതൊക്കെ തന്നെയാണ്. പക്ഷേ കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ആണ് വണ്ടി. പിന്നെ റസാഖ്, ഇതിൻ്റെ മെയിൻ്റനൻസ് ഒന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലോ, ഇത്രയും കിലോമീറ്റർ ഓടിയപ്പോൾ എന്തൊക്കെ പണിയാണ് ഇപ്പോൾ റസാഖ് ഈ വണ്ടി ചെയ്തേക്കുന്നത്? മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഓയിൽ ചേഞ്ചിങ് 10,000 കിലോമീറ്റർ ആകുമ്പോഴാണല്ലോ അതിൻ്റെ ഓയിൽ ചേഞ്ചിങ് എല്ലാ പ്രാവശ്യം ചേഞ്ച് ചെയ്യാറുണ്ട്. കറക്റ്റായിട്ട് ആ 10,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഓയിൽ ചേഞ്ച് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് ചെറിയൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കുന്നുണ്ട് ചെറുതായി. അതായത് കാലത്തൊന്ന് ഒറ്റയടിക്കൊന്നും സ്റ്റാർട്ട് ആവില്ല. ആ ചെറിയൊരു പ്രശ്നമുണ്ട് തണുത്തിരിക്കണമെങ്കിലേ. അപ്പോൾ ആ ചെറിയൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് ചെറുതായിട്ട്. അത് വലിയ കാര്യമായിട്ടുള്ള പ്രോബ്ലം അല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ 10,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ഇതിൻ്റെ നമ്മുടെ പ്ലഗ് ഒന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ആ പ്ലഗ് മാറ്റുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള പിന്നെ സ്റ്റാർട്ടിങ് പ്രോബ്ലം മാറിക്കോളും. പിന്നെ അതിൻ്റെ ചെറിയൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ അത് നമ്മളെ സർവീസ് സെൻ്ററിൽ ചെല്ലുമ്പോഴത്തേക്കും അവരത് മാറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് 50,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഷൂ ഒക്കെ മാറ്റി. ഇപ്പോൾ ബ്രേക്ക് ഷൂ ഒക്കെ ബ്രേക്കൊക്കെ തീർന്നു. അതാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വർക്ക് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ടയറിൻ്റെ കാര്യം വെച്ചാൽ 50,000 കിലോമീറ്റർ കറക്റ്റ് കിട്ടി. 50,000 കിലോമീറ്റർ 2 ടയറും തീർന്നു. ഞാനിപ്പോൾ 2 പുതിയ കട്ടയിട്ടേക്കാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഇതുവരെയായിട്ടും സാധാരണ രീതിയിൽ ഓയിൽ ചേഞ്ചിങ്ങും ബ്രേക്ക് ഷൂ മാറി. പിന്നെ ഇപ്പോൾ ഫ്രണ്ട് ഒന്ന് ചെറുതായിട്ട് ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഒന്ന് നോക്കണം. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യമായ പണികളാ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നോ ക്ലച്ചാ ഗിയർ ബോക്സാ അങ്ങനെയുള്ള കേബിൾ പൊട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആകെ ഉണ്ടായേക്കുന്നത് ഇപ്പോൾ ബ്രേക്ക് ഷൂ ആണ് മെയിനായിട്ട് ഇതിൽ ചേർത്തേക്കുന്നത്. ബ്രേക്ക് ഷൂ മാറി. ഓയിൽ ചേഞ്ചിങ് കറക്റ്റായിട്ട് ഞാൻ 10,000 മാറുന്നുണ്ട്. പ്ലഗ് എല്ലാ 10,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും പ്ലഗ് പോകുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെറിയൊരു മനസ്സിലൊരു ഇതുണ്ട്. പ്ലഗ് 10,000 കിലോമീറ്റർ കിട്ടുന്നുള്ളൂ. 10,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും പ്ലഗ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ പ്രാവശ്യം അടിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും പ്ലഗ് മാറിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ റസാക്ക് ഇങ്ങനെ മെയിൻ്റെനൻസ് ഒക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോണത് കൊണ്ടായിരിക്കണം വണ്ടി നല്ല ഈട് നിൽക്കുന്നത്, നല്ല വേറെ കുഴപ്പങ്ങളോ പണികളോ ഈ പറഞ്ഞ പണികളൊക്കെ ഇത് എല്ലാ വണ്ടിക്കും ചെയ്യുന്ന പണികളാണ്, പ്രത്യേകിച്ച് പണിയൊന്നും വന്നിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡിയൊക്കെ കണ്ട സാധാ ഓർഡിനറി ബോഡിയാണ്, വേറൊരു കുഴപ്പമില്ല. അധികം ഭാരമോ ബോഡിക്ക് വെയിറ്റോ ഒന്നും ഇല്ലാത്ത കൊണ്ടായിരിക്കണം ഇങ്ങനെ യാതൊരു പണിയും ഇല്ലാതെ ടയർ 50,000 കിലോമീറ്ററൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് പാഡ് ആയാലും ഇപ്പോൾ ഈ അടുത്ത് മാറിയെന്നാണ് പറയണത്, എനിക്ക് തോന്നുന്നു ഒരു 50,000-ലാണ് മാറിയത്. അപ്പോൾ റസാക്ക് വണ്ടി നോക്കണ പോലെ ഇരിക്കും വണ്ടി നമുക്ക് പണികളൊന്നും ഇല്ലാതെ കിട്ടണത്. പിന്നെ ചില ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്, അവർക്ക് എല്ലാവർക്കും ഓരോ അഭിപ്രായം ആണെന്നില്ലല്ലോ ചില ആൾക്കാർ. ചില ആളുകളെ പെടലിൽ കാല് വെച്ച് ഓടുന്ന പ്രവണതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ഷൂ പെട്ടെന്ന് തീർന്നു. അപ്പോൾ പലവരും പറഞ്ഞു ബ്രേക്ക് ഷൂ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം പെടലിൽ കാല് വെച്ച് ഓടുന്നതാണ്. പെടലിൽ കാല് വെക്കാതെ വണ്ടി ഓടിക്കുക, ആവശ്യത്തിന് മാത്രം പെടൽ ഉപയോഗിക്കുക. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബ്രേക്ക് ഷൂവിന് ലോങ് ലൈഫ് കിട്ടും. ബ്രേക്ക് ഷൂവിന് മാത്രമല്ല വണ്ടിക്ക് തന്നെ ഒരു ലോങ് ലൈഫ്. പെടലിൽ കാല് വെക്കാതെ ഓടിക്കുക, ആവശ്യത്തിന് പെടൽ ഉപയോഗിക്കുക. ഇതിന്റെ ഓയിൽ ചിലവ് എങ്ങനെയുണ്ട്? ഓയിൽ എന്തായാലും ഈ വണ്ടി ശരിക്കും പറഞ്ഞാലേ നല്ലൊരു എഞ്ചിനാണ്, പക്ഷേ എഞ്ചിൻ ഒരുപാട് ഹീറ്റാവും, നന്നായിട്ട് ഹീറ്റാണ് എഞ്ചിനാണ് നമ്മുടെ. അപ്പോൾ ഓയിൽ ചിലവുണ്ട്. ഓയിൽ ചിലവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു 1000-1500 കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേക്ക് 100 മില്ലിയൊക്കെ കുറയും. അപ്പോൾ നമ്മൾ എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ 1000-1500 കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേക്ക് ഓയിൽ നോക്കുക, ലെവൽ നോക്കി കറക്റ്റായിട്ട് എപ്പോഴും ഓയിൽ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മെയിൻ ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് ഓയിൽ. ഓയിൽ മസ്റ്റായിട്ട് നമ്മൾ നോക്കിയിരിക്കുക. 1000-1500-2000 കിലോമീറ്റർ ഉള്ളിൽ ഓയിൽ നോക്കുക, നോക്കി ലെവൽ കറക്റ്റായിട്ട് ടോപ്പപ്പ് ചെയ്യുക, അത് ആവശ്യമാണ്. ഇതിന്റെ മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്ന് പറയാം. അതായത് ഇതിന്റെ ഈ ടാങ്കിന്റെ കപ്പാസിറ്റി, ഈ നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 10 കിലോയാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് 9 കിലോ വരെയും പ്രഷറുള്ള സമയത്ത് അടിച്ചിട്ടുണ്ട്. ഇപ്പം സാധാരണ ഇപ്പോഴത്തെ ഇതിനകത്ത് 8 കിലോ 8.3 അങ്ങനെയൊക്കെ കയറണുള്ളൂ. 8 കിലോ കൂട്ടിയാൽ മതി. ഇപ്പോൾ എന്തായാലും ഒരു ഇതിൻ്റെ ഇപ്പോൾ മൈലേജ് എന്ന് വെച്ചാൽ ഒരു കിലോ CNG അടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 40 കിലോമീറ്റർ മൈലേജ് കിട്ടേണ്ടത്. സിറ്റിയിൽ ഒരു 38. ബൈപ്പാസ് പോകുന്നതാണെങ്കിൽ 40 കിലോമീറ്റർ. ഞാനിപ്പോൾ കൊല്ലമൊക്കെ പോയിട്ടുള്ള വണ്ടി കൊണ്ട് അത് കറക്റ്റായിട്ട് ഞാൻ നോക്കി എഴുതി വെച്ചിട്ടുള്ളതാണ്. 40 കിലോമീറ്റർ തീർത്തും കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഫുൾ ടാങ്ക് അടിച്ചാൽ എത്ര കിലോമീറ്റർ ഓടും? അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഫുൾ ടാങ്ക് ഞാൻ നോക്കിയിട്ട് എനിക്ക് 320-310 കിലോമീറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ 9 കിലോ കയറുമ്പോൾ 9 കിലോ 8 കിലോ ആ റേഞ്ചിലൊക്കെ കയറുമ്പോഴത്തേക്കും 8 കിലോ കൂട്ടിയാൽ മതി. പിന്നെ റസാക്ക് 3 വർഷം മുമ്പ് ഡീസൽ വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഡീസൽ വണ്ടിയിൽ നിന്ന് CNG വണ്ടിയിലേക്ക് മാറിയപ്പോൾ ബെനിഫിറ്റ്, അത് പൈസയുടെ കാര്യമൊക്കെ എങ്ങനെയാണ്? കൂടുതലാണോ കിട്ടണ അല്ലെങ്കിൽ കുറവാണോ? എങ്ങനെ? പൈസയുടെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡീസലും ഇതായിട്ട് തന്നെ 40 രൂപയുടെ വ്യത്യാസമാണ് ശരിക്കും പറയാൻ. അതും അതിപ്പോൾ മൈലേജിൻ്റെ വ്യത്യാസത്തിൽ എല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്കും നല്ലൊരു വരുമാനം, നല്ല വ്യത്യാസമുണ്ട് എനിക്കിപ്പോൾ. ഇപ്പോൾ നേരത്തെ ഡീസൽ വണ്ടി ഓടിച്ചതിനെക്കാട്ടിയും കൂടുതൽ നല്ലൊരു വ്യത്യാസമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴും പമ്പിലേക്ക് കയറാൻ നിൽക്കണ്ട. ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ചൊരു 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്നാൽ മതി. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ബെനിഫിറ്റ് ഉണ്ട്, അതിനുള്ള ന്യായമായ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഈ CNGയിലേക്ക് വരുവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് റസാക്കിന് എന്തെങ്കിലും പറയാനുണ്ടോ? അത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ, അതായത് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയുന്നവർ ഈ CNG വണ്ടി എടുക്കാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എഞ്ചിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അതായത് കറക്റ്റായിട്ട് ഗിയർ ഡൗൺ ചെയ്യുക, ഗിയർ ഇടുമ്പോൾ ആക്സിലേറ്റർ കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വണ്ടി ഓടിച്ച് പരിചയമുള്ളവർ വണ്ടി എടുത്താലാണ് അതിൻ്റെ കൂടുതൽ ഗുണങ്ങളുള്ളൂ. അതല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി ഇപ്പോൾ മിക്ക ആൾക്കാരും, അതായത് എൻ്റെ ഒപ്പം എടുത്ത ഒരുപാട് പേര് വണ്ടി കംപ്ലൈൻ്റ് ആണ്, വണ്ടിയുടെ ഒരുപാട് ഭാഗങ്ങൾ വണ്ടി പണിതവരെ ആൾക്കാരുകളുണ്ട്. ഇഞ്ചൻ പണി നല്ലൊരു എമൗണ്ട് ആവും അല്ലേ? നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അത് വണ്ടി എൻ്റെ അഭിപ്രായത്തിൽ വണ്ടി ശ്രദ്ധിക്കാതെ, വണ്ടി ഓടുക മാത്രമല്ല വണ്ടിയുടെ എഞ്ചിൻ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിൽ ചേഞ്ച് ചെയ്യുക, ഓയിൽ ടോപ്പപ്പ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ടോപ്പപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ കൊണ്ട് വർക്ക്ഷോപ്പിൽ കാണിച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. അല്ലെങ്കിൽ എഞ്ചിൻ ലൈഫ് കിട്ടൂല. ലൈഫുള്ള എഞ്ചിനാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ റസാക്കെ, ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.